നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് അവസാനം വെള്ളിയാഴ്ച രാത്രി 12 മണി വരെയുള്ള വോട്ടിൻ്റെ റിസൾട്ടാണ് നമ്മളിന്ന് പറയാൻ പോണത്. ആരൊക്കെ ഏതൊക്കെ സ്ഥാനത്ത് നിൽക്കുന്നു, ആരൊക്കെ ഔട്ടാവുന്നു, ആർക്കൊക്കെ വോട്ട് കുറയുന്നു എന്നുള്ളത് നമ്മൾ പറയാൻ പോണത്. ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ഈ വോട്ടിംഗ് പല ആൾക്കാരും പറയുന്നുണ്ട് ഏഷ്യാനെറ്റ് തട്ടിപ്പ് കാണിക്കുന്നു, ഏഷ്യാനെറ്റ് ഇഷ്ടമുള്ള ആൾക്കാരോട് സേവ് ചെയ്യുന്നുണ്ട്, വോട്ടുകൾ പുറത്ത് കാണിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് വെറുതെയാണ്. അത് ശുദ്ധ അസംബന്ധമാണ്. സത്യമല്ല, ഇല്ല, ഒരു സത്യവുമില്ല. ഈ നമ്മുടെ ഇന്ത്യയിൽ എല്ലാ ഭാഷയിലും നടക്കുന്ന ബിഗ് ബോസിൻ്റെ എല്ലാ ഇതിൻ്റെ വോട്ടിങ്ങിൻ്റെ പാറ്റേൺ നോക്കുന്നത് ഒരു വലിയൊരു കമ്പനിയാണ്. അത് ആ കമ്പനിയിലേക്ക് വോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിലൊരു കൃത്രിമം കാണിക്കാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഒരാൾ പരാതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ രേഖ കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് വോട്ടിംഗ് പാറ്റേൺ കറക്റ്റാണ്. ഇതിൽ ബിഗ് ബോസിന് ചെയ്യാൻ പറ്റാവുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച വക്കീലിനെ സേവ് ചെയ്തില്ലേ, അതുപോലെ എവിക്ഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഒരാളെ സേവ് ചെയ്യാം. അത്രയും മാത്രമേ ബിഗ് ബോസിന് പറ്റുള്ളൂ. അല്ലാത്തതെല്ലാം പബ്ലിക്കാണ്. നമുക്ക് തന്നെ വോട്ടിംഗ് പാറ്റേൺ മറ്റുള്ള കാര്യങ്ങൾ വോട്ട് വീണതും കാര്യങ്ങളൊക്കെ ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് നമുക്ക് അതിൻ്റെ വോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കാം. അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ച് ഒന്ന് ശ്രമിച്ചാൽ കിട്ടാം. അങ്ങനെയാണല്ലോ അപ്പോൾ ഈ വോട്ട് അവർ ഔദ്യോഗികമായിട്ട് സ്വീകരിക്കാത്ത വോട്ട് നമ്മൾ ഈ പറയണത്. എന്തായാലും നമുക്ക് വോട്ടിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അനു ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകരുതെന്ന് വലിയൊരു വിഭാഗം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് കൂറ്റൻ വോട്ടിംഗ് പാറ്റേൺ അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ശരിക്കും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 81,000 വോട്ടാണ് അനുവിന് വന്നിരിക്കുന്നത്. 1,00,000 വരാൻ വന്നതിനെ ഈ നിലയ്ക്ക് പോകാൻ വെച്ചാൽ 81,000 മേലെ വോട്ടുകൾ അനുവിന് കിട്ടിയിട്ടുണ്ട്. ഒന്നാം സ്ഥാനത്ത് അനു തന്നെ നിലകൊള്ളുന്നു. ഷാനവാസ് വോട്ടിൻ്റെ കാര്യത്തിൽ വളരെ അനുവായിട്ടുള്ള വോട്ടിൻ്റെ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ വളരെ പിന്നിലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 31,200 വോട്ടാണ് ഷാനവാസിനുള്ളൂ. അപ്പോൾ പിന്നെ അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് അബ്കറാണ്. അബ്കർക്ക് അതിനേക്കാളും കുറവാണ്, 24,300 വോട്ടാണുള്ളൂ. അതുപോലെ തന്നെ ഫാത്തിമയ്ക്ക് 23,200 വോട്ടാണുള്ളൂ. അതുപോലെ തന്നെ അപ്പാനി ആദ്യം മുതലേ ചതയം പോലെ ചതഞ്ഞ് കിടക്കുക, ഒരേപോലെ കിടക്കുക. വോട്ടിങ്ങിനൊന്നും പുതിയ ആൾക്കാരൊന്നും അപ്പാനിക്ക് സപ്പോർട്ടിങ്ങിന് വരുന്നില്ല. വെറും 23,700 വോട്ട് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ വക്കീലിനും കഴിഞ്ഞ പ്രാവശ്യം പുറത്തു പോകേണ്ടതാണ്. പക്ഷേ ഇപ്രാവശ്യം അത് സേവായി നിൽക്കുന്നുണ്ട്. 18,201 വോട്ടുണ്ട്. അതുപോലെ തന്നെ ഓണിയൻ സാബു വളരെ ഡേഞ്ചർ സോണിലാണ്. 18,800 വോട്ട് മാത്രമാണ് ഓണിയൻ സാബുവിന് നേടാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഡേഞ്ചർ സോണിലാണ് ഓണിയൻ ബാബു നിൽക്കുന്നത്. പിന്നെയുള്ളത് സരിക അതിനേക്കാളും ഡേഞ്ചർ സോണിലാണ് നിൽക്കുന്നത്. 18,000 ചില്ലാനും വോട്ട്. അതുപോലെ നമ്മുടെ പത്രക്കാരി ശാരിക. അപ്പോൾ ശാരികയ്ക്കും വോട്ട് വളരെ കുറവാണ്, 18,000 വോട്ടാണല്ലോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ ശരിക്ക് ഒനിൽ സാബു ഔട്ടാവാൻ സാധ്യതയുണ്ട്, സരിക ഔട്ടാവാൻ സാധ്യതയുണ്ട്, പിന്നെ ശാരിക ഔട്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും 3 പേരാണ് നിൽക്കുന്നത്. ഈ 3 പേരിൽ നമ്മൾ വിചാരിക്കാത്ത വോട്ട് ആരൊക്കെങ്കിലും കയറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല. 2 പേര് പോകുന്നുണ്ടെങ്കിൽ ഈ 3 പേരിൽ 2 പേരെ ചൂസ് ചെയ്യും. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ വീണ്ടും നിങ്ങൾ വോട്ടുകളൊക്കെ വീണ്ടും ഈ കയറി ചെയ്യുക. എല്ലാ മത്സരാർത്ഥികളും ഇഷ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. തിങ്കളാഴ്ച വീണ്ടും ആൾക്കാർ നോമിനേഷനിൽ വരും. ആ നോമിനേഷനിൽ വന്ന ആൾക്കാരുണ്ടെങ്കിൽ, നമ്മുടെ രേണു പോലെയുള്ള ആൾക്കാർ നോമിനേഷനിൽ വന്നെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ പ്രേക്ഷകർ ഒരു കാര്യം ചിന്തിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചാൻസ് ബിഗ് ബോസ് കൊടുത്തു. ആ ചാൻസ് കൊടുത്തത് 10,000-കണക്കിന് ഇതിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കഴിവുകളുള്ള ആൾക്കാരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ ഒരു രേണു അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നത്. ഒരു ചുക്കും ചുണ്ണാമ്പും ഒരു തേങ്ങയും കാണിക്കാത്ത ഈ സാധനത്തിനെ നമ്മളൊക്കെ സഹിക്കണോ എന്ന് വോട്ട് ചെയ്യുന്ന പ്രേക്ഷകർ ഒന്ന് ചിന്തിക്കുക. ഇപ്രാവശ്യം നോമിനേഷനിൽ വന്നില്ല, അതുകൊണ്ട് അടുത്ത പ്രാവശ്യം എന്തായാലും ഈ രേണു നോമിനേഷനിലുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സഹായിച്ച് അതിനത്രയും പെട്ടെന്നൊന്ന് കുടുംബത്തേക്ക് വിടുക. അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാ ആൾക്കാരുടെ തലയിലും പാൻ പുഴുക്കും, എല്ലാവരുടെ തലയിലും. അവസാനം ബിഗ് ബോസിൻ്റെ തലയിലും പാൻ കയറി എന്തുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ പാൻ വന്നാൽ മുടി ഇങ്ങനെ ഓരോ ദിവസം കൊഴിഞ്ഞു പോകും. അതുപോലെ തന്നെ താരൻ വന്നാലും പോവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മുടി നിങ്ങൾ കാക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ഈ രേണുവിനെ എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ നിന്ന് വാനിഷാക്കണം. അതിന് നിങ്ങളെന്താ വേണ്ടേ?
അവളെ നോമിനേഷനിൽ എത്തിക്കണം. ബാക്കി കാര്യം അവിടുത്തെ പ്രേക്ഷകർ നോക്കിയോളും കേട്ടെ. അപ്പോൾ നമുക്ക് ഇനി ലാലേട്ടൻ വന്നു കഴിഞ്ഞുള്ള ബാക്കിയുള്ള കാര്യങ്ങളുമായി നാളെ വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.